നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നും വൈശാഖ മാസത്തിൽ വളരെ ലളിതമായി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാധവന് പ്രിയപ്പെട്ട മാസമായതിനാൽ വൈശാഖ മാസം മാധവ മാസം എന്ന പേരിലും അറിയപ്പെടുന്നു. സത്യനാരായണ മൂർത്തിയായ ഭഗവാൻ ശ്രീമൻ നാരായണൻ ലക്ഷ്മി സമേതനായി ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു മാസമാണ് പുണ്യം നിറഞ്ഞ ഈ വൈശാഖ മാസം. 2025 ഏപ്രിൽ മാസം 28 തീയതി തിങ്കളാഴ്ച മുതൽ 2025 മെയ് മാസം 26 തീയതി തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം വരുന്നത്. വൈശാഖ മാസത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും, സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും, സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും, സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും, സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും, സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും, സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവുമാണെന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. ദാനധർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖ മാസം. ഈ ഒരു കാലത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങു ഫലം ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭഗവാൻ മഹാവിഷ്ണു തന്റെ ഭക്തരെ രക്ഷിക്കുന്നതിനായി, അവർക്ക് ദർശനം നൽകുന്നതിനായി, ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി വളരെ വിശേഷപ്പെട്ട അവതാരങ്ങളെല്ലാം എടുത്തത് ഈ വൈശാഖ മാസത്തിലായിരുന്നു. പ്രധാനമായും കൂർമ്മ അവതാരം, ബലരാമ അവതാരം, നരസിംഹ അവതാരം ഇതെല്ലാം എടുത്തത് ഈ വൈശാഖ മാസത്തിലാണ്. ഇതുകൂടാതെ ഐശ്വര്യദേവതയുടെ സാന്നിധ്യമുള്ള അക്ഷയ തൃതീയ വരുന്നതും ഈ വൈശാഖ മാസത്തിൽ തന്നെയാണ്. ഇനി ശ്രീ ശങ്കര ജയന്തിയും ഇതുകൂടാതെ 2 ഏകാദശികളും ഈ വൈശാഖ മാസത്തിൽ വരുന്നുണ്ട്. വൈശാഖ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്രതാനുഷ്ഠാനത്തിനും ഇരട്ടി ഫലമുണ്ടാകുന്നതാണ്. ഇനി വളരെ ലളിതമായ രീതിയിൽ എങ്ങനെയാണ് വൈശാഖ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. വൈശാഖ മാസത്തിൽ ഒരു നേരം അരിയാഹാരം കഴിച്ച് മറ്റ് 2 നേരങ്ങളിൽ, അതായത് രാവിലെ ഗോതമ്പ് കൊണ്ടോ അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ധാന്യങ്ങളോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനൊന്നും സാധിച്ചില്ലെങ്കിലും ഈ 30 ദിവസവും മത്സ്യമാംസാദികൾ ഒഴിവാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും സത്യമുള്ളതായിരിക്കണം. അതായത് ഈ ഒരു മാസം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരോട് കള്ളം പറയുക, മറ്റുള്ളവരുമായി കലഹിക്കുക, ഇനി ഒരു തമാശക്കെങ്കിലും മറ്റുള്ളവരോട് കള്ളം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ദേഹശുദ്ധിയും മനഃശുദ്ധിയുമാണ്. ദേഹശുദ്ധിക്കായി ഈ വൈശാഖ മാസത്തിൽ 2 നേരം കുളിക്കുന്നത് നല്ലതാണ്. വൈശാഖ മാസത്തിൽ പുലർച്ചെയുള്ള സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. കാരണം വൈശാഖ മാസത്തിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എല്ലാ ജലാശയങ്ങളിലും പുണ്യനദികളുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ 30 ദിവസവും പുലർച്ചെ എണീറ്റ് കുളിക്കുന്നതിലൂടെ പുണ്യനദികളിൽ സ്നാനം ചെയ്താലുള്ള ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 30 ദിവസവും സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ദേഹശുദ്ധിയേക്കാൾ പ്രാധാന്യമുള്ളതാണ് മനഃശുദ്ധി. അഷ്ടരാഗങ്ങളായ കാമം, ക്രോധം, മോഹം, ലോഭം, മദം, മാത്സര്യം, ദമ്പ്, അസൂയ ഇവയുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനഃശുദ്ധി ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ 30 ദിവസവും ഇവ നിയന്ത്രിക്കേണ്ടതാണ്. വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെതായ പവിത്രതയോടുകൂടി ഈ ഒരു മാസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സത്യനാരായണനായ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മനഃശുദ്ധി നൽകുന്നതാണ്. ഇനി വൈശാഖ മാസത്തിന്റെ വ്രതാചരണങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദാനം ചെയ്യുക എന്നത്. വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു പങ്കെങ്കിലും മറ്റുള്ളവർക്ക് ദാനമായി നൽകുക. പണമോ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ കുട, ചെരുപ്പ്,
ദാഹജലം, പുതപ്പ്, അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ എന്താണോ അത് ദാനമായി നൽകുക. ഇതുകൂടാതെ ദാനങ്ങളിൽ ശ്രേഷ്ഠമായ അന്നദാനം ചെയ്യുന്നതും വളരെയധികം പുണ്യകരമാണ്. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ്. വൈശാഖ മാസത്തിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും സ്വാത്വികമായ ഭക്ഷണം തന്നെ കഴിക്കുക. അതായത് ആദ്യം പറഞ്ഞതുപോലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനോടൊപ്പം അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക. ചുരുക്കി പറഞ്ഞാൽ വിശപ്പിന് മാത്രം ഭക്ഷണം കഴിക്കുക. ഇനി പകൽ ഉറങ്ങുന്നവരാണെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ കഴിവതും പകലുറക്കം ഒഴിവാക്കുക. അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ വരുന്ന വിശേഷ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതായത് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. കൂടാതെ വൈശാഖ മാസത്തിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസവും ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഏകാദശി ഒഴികെയുള്ള ദിവസങ്ങളിൽ പകൽ മാത്രം ഉപവാസം അനുഷ്ഠിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇനി വൈശാഖ മാസം 30 ദിവസവും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക, പരദൂഷണം പറയുക, ഇനി അതല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക, ഇങ്ങനെ യാതൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. ഇനി പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുവാനും അത് പഠിക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം എന്നിവ ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കാവുന്നതാണ്. ഇനി ഇതിനെല്ലാം ഉപരി ഈ 30 ദിവസവും നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ സദാ ജപിച്ചുകൊണ്ടേയിരിക്കുക. മാത്രമല്ല, ഊണിലും ഉറക്കത്തിലും ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യവും. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ ചൊല്ലുക. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് 30 ദിവസം തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്ന ആ ദിവസങ്ങളിൽ വീട്ടിലുള്ള മറ്റാർക്ക് വേണമെങ്കിലും വിളക്ക് കൊളുത്താവുന്നതാണ്. ഇനി ഒരുപാട് പേർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ്, വ്രതം എടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരിക്കൽ എടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല, 3 നേരവും ഞാൻ അരിഭക്ഷണമാണ് കഴിച്ചത്, ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ലഭിക്കില്ല എന്നൊക്കെയുള്ള തെറ്റായ ധാരണ. സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വ്രതമെടുക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഈ 30 ദിവസവും മത്സ്യമാംസാദികൾ ഒഴിവാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട്, അതായത് ലളിതമായി നിങ്ങൾക്ക് എങ്ങനെയാണോ ഭഗവാനെ സേവിക്കുവാൻ സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം എല്ലാറ്റിലും പ്രധാനം നമ്മുടെ മനസ്സാണ്. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും ഈ പുണ്യം നിറഞ്ഞ വൈശാഖ മാസത്തിൽ പുലർച്ചെ എണീറ്റ് കുളിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം കൊളുത്തി എല്ലാ ദിവസവും ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസിക്കതിർ സമർപ്പിക്കുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ നാമജപവും മുടങ്ങാതെ ചെയ്യുക. ഇനി ഭക്ഷണകാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കും ജീവിത സാഹചര്യത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ലളിതമായ രീതിയിൽ ഈ വൈശാഖ മാസം ഒന്ന് ആചരിച്ചു നോക്കൂ. ഉറപ്പായും അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിൽ സമ്പത്തും അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.